പിണറായി വിജയൻ മൂന്നാമതും മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് സിപിഐ മുൻ നേതാവും അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിയുമായ ജി സുധാകരൻ. രാഷ്ട്രീയ സാഹചര്യം LDFന് അനുകൂലമല്ല എന്നാണ് പറഞ്ഞത് എന്ന് ജി സുധാകരൻ വ്യക്തമാക്കി. പി പ്രസാദിനെതിരെ ചേർത്തലയിലെത്തി പ്രചാരണം നടത്തുമെന്നും ജി സുധാകരൻ പറഞ്ഞു. അതുകൊണ്ട് നിലപാടിൽ എന്താ മാറ്റം വരുന്നത്? അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത് സന്തോഷമുണ്ടോ നിങ്ങൾ ചോദിച്ചപ്പോൾ സന്തോഷമാണ്. സന്തോഷമാണെന്ന് ഞാൻ പറഞ്ഞു. അതിനെന്താ? പക്ഷെ മൂന്നാമൂലം കിട്ടുന്ന കാര്യം ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എല്ലാം രംഗത്തിറങ്ങി പാർട്ടിയുടെ പേര് പ്രവർത്തിക്കുകയാണ്. ഞാൻ വോട്ട് ചെയ്യത്തില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ഒരാശയക്കുഴപ്പം എനിക്കില്ല, നിങ്ങൾക്ക് കാണും. കാരണം നിങ്ങൾക്ക് ഉപരിപ്ലവമായ രാഷ്ട്രീയം മാത്രമേ നോട്ടമുള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായി. നിങ്ങളുടെ കൂട്ടത്തിൽ ആരും എന്നോട് ചോദിച്ചോളൂ. അപ്പോൾ ചോദിച്ചപ്പോൾ സന്തോഷമാണെന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിന് എന്തെങ്കിലും ചീത്ത പറയണം? അതിനെന്താ തെറ്റ്? അതിനിടെ കോൺഗ്രസ് നേതൃത്വം പറവൂരിലെ വീട്ടിലെത്തി ജി സുധാകരന്റെ തെരഞ്ഞെടുപ്പിൽ പിന്തുണ ഉറപ്പു നൽകി. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. അശ്വിൻ, എന്തായിരുന്നു ജി സുധാകരന്റെ പ്രതികരണം? അമൃത, മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണം എന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം ജി സുധാകരൻ വെളിപ്പെടുത്തിയത് ആദ്യഘട്ടത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ്. പിന്നീട് കോൺഗ്രസിന്റെ പിന്തുണ തേടേണ്ട സാഹചര്യം എത്തിയപ്പോൾ അത് വലിയ അമളിയായി മാറുകയും ഇന്നലെ ഫേസ്ബുക്കിലൂടെ പ്രസ്താവന അദ്ദേഹം തിരുത്തുകയും ചെയ്തിരുന്നു. മൂന്നാം ഭരണമെന്ന മോഹം, ആ സ്വപ്നം അത് വിഫലമാകും എന്നായിരുന്നു ഇന്നലെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലെ പ്രതികരണം. എന്നാൽ ഇന്ന് വാർത്താ സമ്മേളനത്തിലേക്ക് വീണ്ടും വന്നപ്പോൾ നിലപാട് താൻ തിരുത്തിയിട്ടില്ല എന്നതിലേക്ക് വീണ്ടും തിരിയുകയാണ് ജി സുധാകരൻ. കോൺഗ്രസ് പ്രവർത്തകരെ പിണക്കാനും പാടില്ല, അവരുടെ വോട്ടും കിട്ടണം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ്, അല്ലെങ്കിൽ എന്നൊരു തന്ത്രത്തിലേക്കാണ് നിലവിൽ ജി സുധാകരൻ പോയിരിക്കുന്നത്. നിലവിൽ ആ പ്രസ്താവന തിരുത്തിയതായുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരെ കൂടെ നിർത്താൻ ജി സുധാകരന് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആദ്യം പറഞ്ഞ നിലപാട് അപ്പാടെ തിരുത്താൻ അദ്ദേഹം ഇപ്പോഴും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നതിനിടെ ഇന്നലെ പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം ജി സുധാകരനെ പറവൂരിലെ വീട്ടിലെത്തി കണ്ട എല്ലാവിധ പിന്തുണയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ആ പിന്തുണ അദ്ദേഹം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം ഇതുവരെ ഔദ്യോഗികമായി ഒരു പിന്തുണ ജി സുധാകരൻ നൽകുന്നു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുമില്ല. വരും ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ നാമനിർദ്ദേശ പത്രിക അദ്ദേഹം സമർപ്പിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണം സംബന്ധിച്ചൊക്കെ എന്താണ് അശ്വിൻ അദ്ദേഹത്തിന്റെ പ്രതികരണം? എപ്പോഴായിരിക്കും പ്രചാരണ രംഗത്തേക്കൊക്കെ ഇറങ്ങുക? ആദ്യഘട്ടത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ താൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ജനകീയനായ സ്ഥാനാർത്ഥിയാണ്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളോ പ്രചരണ പരിപാടികളോ ഒന്നും വലിയ തോതിൽ ഉണ്ടാകില്ല എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ നിലപാട്. പക്ഷേ കോൺഗ്രസിന്റെ പിന്തുണ കൂടി, UDFന്റെ പിന്തുണ കൂടി നേടിയ സാഹചര്യത്തിൽ അവർ ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോട്ടെ, ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും നമ്മൾ കോൺഗ്രസ് പ്രവർത്തകരുമൊക്കെയായി സംസാരിക്കുമ്പോൾ സജീവമായ വിപുലമായ പ്രചരണ പരിപാടികളായിരിക്കും ജി സുധാകരന് വേണ്ടി നടക്കുക. ഇലക്ഷൻ കൺവെൻഷനുകൾ ഉണ്ടാകും, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഉണ്ടാകും, പോസ്റ്ററുകളും ചുവരെഴുത്തുകളും ഉണ്ടാകും എന്നുള്ളതാണ് പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം അറിയിക്കുന്നത്. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളിലേക്ക് വരും ദിവസങ്ങളിൽ തന്നെ സുധാകരൻ ക്യാമ്പ് കടക്കുകയാണ്. അത് UDFന്റെ മേൽനോട്ടത്തിലാണ്, കോൺഗ്രസിന്റെ ഏകോപനത്തിലാണ് ആ പ്രചരണ പരിപാടികൾ മുന്നോട്ട് പോവുക. എന്തായാലും ഒരു സാധാരണ മുന്നണി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ തന്നെ സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. അമൃത. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.